അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂടുതൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് കരഗതമാക്കാനുള്ള മജ്ലിസായി നാഥൻ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വേറൊന്നുമില്ല. നമ്മളൊക്കെ അറിഞ്ഞതാണ്, പട്ടിക്കാട് ജാമിയ നൂരിയയിലെ ഫൈനൽ വിദ്യാർത്ഥിയാകുന്ന അബ്ദുസ്സമദ് മുസ്ലിയാർ ഇന്നലെ കണ്ണൂരുള്ള ഒരു വാഹനാപകടത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും വിട പറയുകയുണ്ടായി. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു മരണവാർത്തയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ പ്രഭാഷണം നടന്നത് കണ്ണൂർ ജില്ലയിൽ കൊയ്യോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുമ്പ് ഈ വിനീതൻ അതുവഴി പാസ് ചെയ്തതാണ്. പാസ് ചെയ്തപ്പോൾ തന്നെ നല്ല മഴയുണ്ട്. അങ്ങനെ പാസ് ചെയ്ത് കൊയ്യോടെത്തി വയലു പറഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറുമ്പോൾ വണ്ടി ഓടിക്കണ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഇവിടെ ഒരു മരണമുണ്ടായി, 2 പേര് മരണപ്പെടുകയുണ്ടായി. ഞാൻ എൻ്റെ വാട്സപ്പ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജാമ്യയിൽ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടു, ദുആ ചെയ്യണം. പലരുടെയും സ്റ്റാറ്റസിൽ തന്നെ അബ്ദുസ്സമദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഉസ്താദ് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു അബ്ദുസ്സമദ് മുസ്ലിയാർ തന്നെയാണ് കണ്ണൂർ മേലെച്ചൂവയിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെടുകയുണ്ടായതെന്ന് പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ണൂരുള്ള ചെറുപ്പക്കാരൊക്കെ എന്നെ കാണിച്ചു തന്നപ്പോൾ വല്ലാതെ സങ്കടം ഉണ്ടായി. കാരണം വേറെ ഒന്നുമില്ല, വാഹനത്തിൻ്റെ അടിയിലേക്ക് ആ പ്രിയപ്പെട്ട 2 ചെറുപ്പക്കാർ കയറി ചെല്ലുകയും അപകടപ്പെടുകയും വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന മരണമാണ് ഞാൻ കാണുകയുണ്ടായത്. നിങ്ങളൊക്കെ വാട്സപ്പിലും ഒക്കെ നിങ്ങൾ ആ മരണവാർത്ത അറിയുകയും വല്ലാതെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ, നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള മരണവാർത്തയാണ്. കാരണം വേറെ ഒന്നുമില്ല, പലരും തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചവരാണ്. അബ്ദുസ്സമദ് മുസ്ലിയാരുമായി ഫോൺ കോൾ ചെയ്തവരുണ്ട്, വാട്സപ്പിൽ ചാറ്റ് ചെയ്തവരുണ്ട്. പക്ഷേ മണിക്കൂറുകൾക്ക് അകം അദ്ദേഹം വിട പറയുകയുണ്ടായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെടുത്തുകയുണ്ടായി. ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ വണ്ടിയിൽ സഞ്ചരിക്കുന്നവരാണ്, ഞാനും നിങ്ങളുമൊക്കെ വണ്ടിയിൽ സഞ്ചരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മഴ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലത്തും മഴയുണ്ട്, പല സ്ഥലത്തും മഴയില്ല. സ്വാഭാവികമായിട്ട് റോഡും മറ്റൊക്കെ തെന്നിക്കിടക്കാണ്. വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഇന്നലെ അബ്ദുസ്സമദ് മുസ്ലിയാരെ പറ്റിയിട്ട് ഒരു ലേഖനം ഞാൻ വായിച്ചു. അബ്ദുസ്സമദ് മുസ്ലിയാർക്ക് ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ഉമ്മ ഖബറിലാണ്, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ഉമ്മ എന്ന് പറഞ്ഞാൽ അബ്ദുസ്സമദ് മുസ്ലിയാർ വാചാലനാകുമെന്ന് ഇങ്ങനെ ഒരു ലേഖനത്തിൽ ഞാൻ വായിക്കണ്ടായി, ഒരു എഴുത്തിൽ ഇങ്ങനെ വായിക്കണ്ടായി. എന്തായാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഉമ്മയോടൊപ്പം ഇന്ന് 6 മണിൻ്റെ ഉള്ളിൽ വിശ്രമിക്കുകയാണ്. അള്ളാഹു അബ്ദുസ്സമദ് മുസ്ലിയാരെ ഖബർ അള്ളാഹു സന്തോഷം കൊടുക്കുമാറാവട്ടെ. അള്ളാഹു കുടുംബത്തിന് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ. ഈ ഒരു വർഷം ജാമ്യയിൽ നിന്ന് പഠിച്ചിറങ്ങി ഫൈസിയായി ഏതെങ്കിലുമൊക്കെ മഹലുകളിൽ സേവനം ചെയ്യേണ്ട ഒരു പണ്ഡിതനാണ്. പക്ഷേ ഇന്നാലില്ല, അള്ളാഹുവിൻ്റെ വിധി പ്രകാരം അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് അദ്ദേഹം യാത്രയായിരിക്കുകയാണ്. അള്ളാഹുവെ പഠിച്ചവനെ താങ്ങാൻ കഴിയുന്നതിലും വലിയ വേദനയാണ് പ്രിയപ്പെട്ട കുടുംബാദികൾക്കും കൂട്ടുകാരികൾക്കും സഹപ്രവർത്തകർക്കുമൊക്കെ. ജാമ്യയിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാമത്തെ മരണമാണ് നേരിടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ, ഒരു ഉസ്താദ് ഈ ലോകത്ത് നിന്ന് ജാമ്യയിൽ നിന്ന് വിട പറയുകയുണ്ടായി. ഇത് 2ാമത്തെ മരണമാണ്. അവിടുത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന മരണവും കൂടിയാണ്. അള്ളാഹുവെ ആ കുടുംബാദികൾക്കും കൂട്ടുകാർക്കും മാതാപിതാക്കൾക്കും സ്നേഹനിധികളാകുന്ന ഉസ്താദന്മാർക്ക് എല്ലാവർക്കും നീ ക്ഷമ കൊടുക്കാൻ അനുഗ്രഹിക്കണേ റഹ്മാനെ. അബ്ദുസ്സമദ് മുസ്ലിയാരെ ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഉമ്മയോടൊപ്പം നീ ജന്നാത്തുൽ ഫിർദൗസിൽ നിർമ്മിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവെ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു അദ്ദേഹത്തോടൊപ്പം അള്ളാഹുവെ ഒരുമിച്ച് ജീവിച്ച ജാമിയയിൽ, പട്ടിക്കാട് ജാമിയ കോളേജിൽ ഒരുമിച്ച് ജീവിച്ച പാവപ്പെട്ട വിദ്യാർത്ഥികൾ, മുഅല്ലിമീങ്ങൾ, സഹപാഠികൾ, അവർക്ക് നീ ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ റബ്ബേ ബിറഹ്മതിക അർഹമർ റഹീമീൻ. പ്രത്യേകിച്ച് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, വണ്ടിയാണ്, ഓടിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ഒരു നിമിഷം മതി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും വിട പറയാൻ, മരണത്തിൻ്റെ വേദന അനുഭവിച്ചറിയാൻ ഒരു നിമിഷം മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും